ഒരു സാധനം കൊണ്ടുപോയി കൂത്താട്ടുകുളം മാർക്കറ്റിൽ വിൽക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ കച്ചവടക്കാരിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുള്ള പീഡനങ്ങളും, അതേപോലെ തന്നെ അവിടെ തൂക്കാൻ നിൽക്കുന്നവര് നമ്മളെ ഒരുപാട് ഉപദ്രവിക്കുന്ന, തൂക്കത്തിലൊക്കെ ഒരുപാട് നമ്മളെ പ്രയാസപ്പെടുത്തുന്ന, അത് കച്ചവടക്കാർക്ക് വേണ്ടി തൂക്കുക, അത് നമ്മളെ ഒരു ഗുണ്ടായുസവും റൗഡിസവും ഒക്കെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ കൂത്താട്ടുകുളം മാർക്കറ്റ്. അപ്പൊ അതെല്ലാം നമ്മുടെ മനസ്സിൽ എന്തോ ഒരു വൈരാഗ്യ ബുദ്ധി പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം കൂടെയാണ് കഴിഞ്ഞ ഏതാണ്ട് 15 വർഷമായി തികച്ചും സേവനം ആയി ഞങ്ങൾ ഈ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കൂത്താട്ടുകുളം കാർഷിക ലേല വിപണിയുടെ പ്രസിഡന്റും കർഷകനുമായ ജോയിക്കുട്ടി സാറിൻ്റെ അടുത്താണ്. സാറേ നമസ്കാരം. നമസ്കാരം. ഇതിന്റെ ഫലം എല്ലാം എടുത്തു കഴിഞ്ഞു അല്ലേ? എല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പൊ എടുത്തു കഴിഞ്ഞ് പ്രൂൺ ഒക്കെ ചെയ്ത് നിർത്തിയിരിക്കുക. അതെ അതെ. ഇനി വളപ്രയോഗങ്ങൾ നടത്തിയാൽ മതി അല്ലേ? വളപ്രയോഗം തുടങ്ങിയാൽ എങ്ങനെയാ ഇതിന്റെ വിപണന രീതി? ഇതിപ്പോ വിപണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് കൊടുത്തത് തമിഴ്നാട്ടിലുള്ള ഒരു ടീമിനാണ്. അപ്പൊ അവര് തന്നെ വന്ന് വലയിട്ട് പറിച്ചു കൊണ്ടുപോകും. അപ്പൊ നേരത്തെ നമുക്ക് അഡ്വാൻസ് തരും. കച്ചവടം ചെയ്തു അല്ലേ? ഈ വർഷം എത്ര രൂപയ്ക്ക് കൊടുത്തേ? ഈ വർഷം 125 രൂപ ഒരു കിലോയ്ക്ക്. കിലോയ്ക്ക്. അതെ. അപ്പൊ നമ്മള് വലയൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട? വലയൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട. അവര് വന്ന് വലയിട്ടു, അവര് വന്ന് പറിച്ചു, നമ്മുടെ വീടിന് മുമ്പ് വന്ന് തൂക്കി കഴിയുമ്പോൾ നമുക്ക് പൈസ കഴിയുമ്പോ അപ്പൊ തന്നെ നമുക്ക് പൈസ ബാങ്ക് വഴി വരും. ഇതിനകത്ത് 150 ചെടിയുണ്ട്. 150 ചെടി. 150. ഇത് എത്ര ഏക്കറാ മൊത്തം? ഇത് ഒരു 2 ഏക്കർ താഴെ. വീട് ഉൾപ്പെടെ 2 ഏക്കർ താഴെ. ഇത് അത് 20 അടി അകലത്തിലാണ് വെച്ചത്. 20 അടി അകലത്തിലാണ് വെച്ചത്. 20 അടിയാണ്. ഇത് എത്ര വർഷമായത്? ഇതിപ്പം 2 വർഷം കഴിഞ്ഞ് മൂന്നാമത് വർഷം ഈ നവംബറിൽ 3 വർഷമാവും. അപ്പൊ 3 വർഷം തികയുന്നുള്ളൂ. 3 വർഷം തികയുന്നുള്ളൂ. ഈ വർഷം ഇതിന് ഫലം കിട്ടിയോ? ഈ വർഷം നമുക്കത് അത്യാവശ്യം ഇതിന്റെ ആദ്യത്തെ ഒരു ക്രോപ്പ് നമുക്ക് കിട്ടി. വിളവെടുപ്പ് കഴിഞ്ഞ് നിൽക്കുക അല്ലെ? വിളവെടുപ്പ് കഴിഞ്ഞ് നമ്മൾ പ്രൂൺ ചെയ്ത് നിൽക്കുകയാണ്. അതിനകത്ത് കുറച്ച് ഭാഗത്തിന് നമ്മൾ കുമ്മായം ഒക്കെ ഇട്ട് കക്കയിടാൻ പറ്റി. ഇനി അടുത്ത വളം. അതെ. അത് കഴിഞ്ഞ് ആദ്യത്തെ ഒരു ജൈവവളം, ഒരു ചാണകം നമ്മൾ ഇറക്കിയിട്ടിട്ടുണ്ട്. ചാണകപ്പൊടി കൊടുക്കാം. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം പ്രൂണിങ് കഴിഞ്ഞിട്ടാണ് വളം കഴിഞ്ഞ് നമ്മൾ കുമ്മായം ഇട്ടിട്ട് 15 ദിവസം കഴിഞ്ഞ് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും അല്ലെ? അതിനുശേഷം രാസവളം വളരെ ചെറിയ രൂപത്തില്, ചെറിയ രീതിയിൽ കൊടുക്കും. രാസവളം ഒരു വലിയ ഗൗരവമായ രാസവള പ്രയോഗം ഇല്ല. സാറിന്റെ ഈ തോട്ടത്തിൽ ഇതിനു മുമ്പ് എന്തായിരുന്നു കൃഷി? ഇതിനു മുമ്പ് ഇവിടെ റബ്ബറായിരുന്നു. ഇതിനകത്ത് റബ്ബർ വെട്ടിക്കളഞ്ഞിട്ടാ. മുകളിലുള്ളത് നമ്മൾ ജാതിയായിരുന്നു മുഴുവൻ. ജാതി വെട്ടിക്കളഞ്ഞു. ജാതി ലാഭകരമല്ല. ജാതി നമുക്ക് അതിനകത്തൊരു പ്രശ്നം, ഞാനൊരു നല്ല ഇനം ജാതി തിരഞ്ഞെടുക്കാൻ എനിക്ക് അന്ന് കഴിഞ്ഞില്ല. ഞാൻ 35 കൊല്ലം മുമ്പ് മൊത്തം ഒരു 100 ജാതി വെച്ചിരുന്നതാണ്. അത് എനിക്ക് നല്ല ജാതി മരങ്ങള്, അന്നത്തെ ഒരു ധാരണ ജാതി ഒരു പെണ്ണായാൽ മതി, നല്ല വെറൈറ്റികൾ ഉണ്ടെന്നുള്ളൊരു ധാരണ നമ്മളെ സംബന്ധിച്ചില്ലായിരുന്നു. അപ്പൊ അങ്ങനെ എറണാകുളം ജില്ലയിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ നഴ്സറി ആയ മേരിമംഗലം ഫാമിൽ പോയി ജാതി വാങ്ങിച്ചുകൊണ്ട് വന്ന ഗ്രാഫ്റ്റ് ജാതി. അപ്പൊ അത് നമുക്കൊരു വിളവിൽ വളരെ മോശമായിരുന്നു. പിന്നെ നമ്മൾ അത് എത്ര ചെയ്തിട്ടും നമുക്കത് ഡെവലപ്പ് ആയില്ല. പിന്നെ അതിനകത്ത് ഈ പ്രകൃതി നമ്മളെ വല്ലാതെ ഉപദ്രവിച്ചു. കാറ്റും മഴയും വരുമ്പോൾ ഒരു 4-5 കൊല്ലം കൂടുമ്പോൾ 10-20 എണ്ണം ചാഞ്ഞും ചെരിഞ്ഞും പറഞ്ഞും പോകും. അപ്പൊ അത് 2-3 പ്രാവശ്യം ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സ് മൊത്തത്തിൽ മടുത്തു കഴിഞ്ഞപ്പോൾ അതും വെട്ടിക്കളഞ്ഞു. ജാതിക്ക് നല്ല വിലയുണ്ടല്ലോ. ജാതിക്കായ്ക്ക് നല്ല വിലയുണ്ട്. പക്ഷെ അത് നമ്മുടെ ഈ ലോ റേഞ്ചിലൊക്കെ ഇപ്പൊ വളരെ കൃഷി അങ്ങ് വലിയ സക്സസ് ആവുന്നില്ല. അതിന്റെ ഒരു വിളവിലൊക്കെ വളരെ കുറവ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജാതിയെ സംബന്ധിച്ചുണ്ട്. ജാതിമരം ഓരോ വർഷം കഴിയുന്നതോറും വിളവ് കൂടുമല്ലേ? വിളവ് കൂടുന്നതാണ്. നമ്മുടെ ലോ റേഞ്ചില് ഇപ്പോഴത്തെ വരുന്ന കാലാവസ്ഥ വ്യതിയാനം വല്ലാതെ ബാധിക്കുന്ന ഒരു ചെടിയായിട്ടാണ് നമ്മൾ കാണുന്നത് ജാതിയെ. റംബുട്ടാൻ ചെടിക്ക് നനവ് നന്നായിട്ട് വേണ്ടേ? അതെ, അതാണ് അതിന്റെ ഒരു പ്രധാന ഘടകം. നനവ് എല്ലാ ദിവസവും നനയ്ക്കണം. എല്ലാ ദിവസവും നനയ്ക്കണം. ഒരു നമ്മുടെ അറിവനുസരിച്ച് ഒരു 150 ലിറ്ററിന് മുകളിൽ വെള്ളം ഒരു ജാതിക്ക് ഒരു റംബൂട്ടാന് വേണം ഒരു ദിവസം. നമുക്ക് ഇത് നനയ്ക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടോ? ഇത് നനയ്ക്കാനുള്ള സൗകര്യം എനിക്കുണ്ട്. വെള്ളമുണ്ട്. അതെ, ഇതിന്റെ മുകളിൽ കൂടെ ഒരു കനാല് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുളത്തില് സഫീഷ്യന്റ് ആയിട്ട് വെള്ളമുണ്ട്. ഈ മരം എല്ലാം തീർത്തും പറ്റ വെട്ടിയിരിക്കുക. അപ്പൊ ഇങ്ങനെയാണോ പ്രൂൺ ചെയ്യുന്നത്? ഇങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡിയ. ഇതിനകത്തെ കുറിച്ച് നമ്മുടെ ഒരു ധാരണ വെച്ച് ഞാനും എന്റെ ഒരു സുഹൃത്തുക്കളെ കൂടി ചെയ്തതായത്. പണിക്കാരെ വെച്ച്? പണിക്കാരല്ല, ഞാൻ എന്റെ ഒരു സുഹൃത്ത്, എന്റെ ഒരു ഫ്രണ്ട്. നിങ്ങൾ തന്നെ ചെയ്തു? ഞങ്ങൾ തന്നെയാ. ഇത് അധികമാണോ ഇത് വെട്ടിക്കളഞ്ഞേക്കുന്നേ?
വെട്ടിക്കളഞ്ഞേക്കണം അധികം അല്ല. ഇത്രയും ഉയരം കുറച്ച് ഉയരം കുറച്ച് നമ്മള് അടുത്ത തവണയും പൂവുണ്ടാവത്തക്ക രൂപത്തിലുള്ള ഒരു പ്രൂണിങ് ആണ് നടത്തിയിരിക്കുന്നത്. അതായത് പരമാവധി ഉയരം കുറയ്ക്കുക അല്ലെ? പരമാവധി ഉയരം കൊടുത്താലാണ് ഇനിയുള്ള കുറച്ചാൽ മാത്രമേ നമുക്ക് ഈ വരും വർഷങ്ങളിലേക്കുള്ള ലേബർ കോസ്റ്റ് കുറയുള്ളൂ. ഇതിന് വലയിടാനുള്ളതും ഇതിനെ കൈകാര്യം ചെയ്യാനും പറിച്ചെടുക്കാനുള്ള എല്ലാം നടത്തണമെങ്കിൽ അത് ഉയരം കുറച്ച് നിർത്തണം. സൈസ് കുറച്ച് പുറകെ നമുക്ക് 20 അടിയല്ലേ അകലമുള്ളൂ. 40 അടി അകലത്തിൽ നടണമെന്നാണല്ലോ പറയുന്നത്. അതെ 40 അടി അകലം എന്നാണ് അതിന്റെ ഒരു കണക്ക്. ഈ 40 അടി അകലത്തിൽ നമ്മൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഒന്നടവിട്ടുള്ളത് മുറിച്ചു കളയുക എന്നുള്ളതാണ് മനസ്സിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യം. അതായത് ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ അതെ, ഒരു ചിലപ്പോ 4-5 വർഷത്തിനുള്ളിൽ അതായേക്കാം. ഈ അടുത്ത് വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു തോട്ടത്തിൽ ചെന്നപ്പം ഇങ്ങനെ 20 അടിക്ക് വെച്ച് ഒരു 8 വർഷമായ മരങ്ങള് അവര് ചോടെ പിഴുത് JCBക്ക് പിഴുതെടുത്തുകൊണ്ട് വേറെ സ്ഥലത്ത് വെച്ചു. അത് സക്സസ് ആകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ സക്സസ് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ഞാൻ ഉദ്ദേശിച്ചേക്കണ അങ്ങനെയല്ല. നമുക്ക് അങ്ങനെ വേറെ വെക്കാനുള്ള ഒരു സ്ഥല സൗകര്യങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് കളയുക എന്നുള്ളത് തന്നെയാണ്. അന്ന് വരുന്ന 2-3 കൊല്ലം കഴിയുമ്പോൾ വരുന്ന സാങ്കേതിക എന്നാണെന്ന് നമുക്കറിയില്ല. അങ്ങനെയെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. അപ്പൊ ഇപ്പം നമുക്ക് നിലവില് കൂടുതൽ മരങ്ങള് കുറഞ്ഞ സ്ഥലത്തില് ഉണ്ടാക്കുക അല്ലെ? അപ്പൊ അതനുസരിച്ചുള്ള വരുമാനം നമുക്ക് കിട്ടും. അത് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ ആളുകള് റബ്ബർ വെട്ടിക്കളഞ്ഞ് റംബുട്ടാൻ കൃഷിയിലേക്ക് വരുമ്പം ഇതിന് സ്വാഭാവികമായിട്ട് വില ഇടിയാൻ സാധ്യതയില്ലേ? എന്റെ ഒരു കണക്കൂട്ടലില് ഇതിന്റെ മാർക്കറ്റ് ഒരുപാട് ഫാസ്റ്റ് ആയിട്ട് വളരുന്നുണ്ട്. നമ്മുടെ കേരളത്തിലല്ലെങ്കിൽ തമിഴ്നാടും അതുപോലെ സൗത്ത് ഇന്ത്യ അതുപോലെ തന്നെ ഇത് ബോംബെയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പോരെങ്കിൽ ഇപ്പോഴത്തെ കൃഷി മുഴുവൻ തന്നെ ഈ N18 ആണ്. N18 കുറച്ചുകൂടി ഷെൽഫ് ലൈഫ് ഉള്ളത് കാരണം കുറച്ചുകൂടെ അകലങ്ങളിലേക്ക് ഇതിന് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഈ പഴം ഒന്ന് കഴിച്ചിട്ടുള്ള ഒരാള് ചെറിയ കുട്ടി മുതൽ വലിയ ആളുകൾ വരെ ഒന്നോടെ ആവശ്യപ്പെടുന്ന താല്പര്യം കാണിക്കുന്ന ഒരു ഫ്രൂട്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു മാർക്കറ്റ് ഒരു കാരണവശാലും താഴെ പോകുന്നുള്ള വിശ്വാസം എനിക്കില്ല. അപ്പൊ സാറ് നിലവിലുണ്ടായിരുന്ന റബ്ബർ വെട്ടിയിട്ട് ഇങ്ങനെ കൃഷി ചെയ്തു, ആദ്യത്തെ വിളവെടുപ്പ് നടത്തി. അപ്പൊ ഈ ആദ്യത്തെ വിളവെടുപ്പില് സാറ് സംതൃപ്തനാണോ? തീർച്ചയായിട്ടും. ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിളവെടുപ്പാണ് എനിക്ക് ഇതിൽ നിന്നുണ്ടായത്. അതെ, ഞാൻ അത്രമാത്രം ഗൗരവമായി ഈ കൃഷിയെ കണ്ടിരുന്നു പോലുമില്ല. അവസാന ഫലം വന്നപ്പം അവസാനം റിസൾട്ട് വരുമ്പോൾ നമുക്ക് വളരെ വളരെ നല്ല രീതിയിലായിരുന്നു. അതായത് 3-ാം വർഷം നമുക്ക് റിസൾട്ട് കിട്ടി. 3 വർഷം ആവുന്നതിന് മുന്നേ 2 വർഷം കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടി. റബ്ബർ ആണെങ്കിൽ 10 വർഷം വേണം അല്ലെ? റബ്ബർ ആണെങ്കിൽ 10 വർഷമായാലും അതിന്റെ ഉള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും അത് വെട്ടാനുള്ള ആളും എല്ലാം നമുക്കൊരു എല്ലാം പ്രയാസങ്ങളാണ്. സാറിനെ സംബന്ധിച്ച് സാർ ഇവിടുത്തെ ലേല മാർക്കിന്റെ പ്രസിഡന്റ് കൂടിയാണ്. അതെ. അപ്പം അത് സാറിന് കർഷകരുടെ ഓരോ ബുദ്ധിമുട്ടുകളും അറിയാം. ഓരോ വിലയിടിവും അതുപോലെ ഓരോ സാധനങ്ങളുടെ വില വ്യത്യാസവും അതുപോലെ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെല്ലാം അറിയാം. അപ്പൊ ഈ റംബുട്ടാൻ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് പല ആളുകളും അതായത് N18 അല്ലാണ്ടുള്ള തൈകൾ കൊണ്ട് നട്ട് അപ്പൊ അത് നമുക്ക് മാർക്കറ്റ് വരുമ്പം വിൽക്കാൻ പറ്റുന്നുണ്ടോ? അതിന് പ്രയാസങ്ങളുണ്ട്. നമ്മുടെ വിപണിയിൽ വരുന്ന അധികവും ഈ N18 ഇനത്തിൽ പെടാത്ത നാടൻ ഇനത്തിൽപ്പെട്ട ചുവന്നതൊക്കെയാണ്. പക്ഷെ അതിനൊരു മാർക്കറ്റ് ഇല്ല, വില കുറവാണ്. അതും ഇതും കൂടെ എല്ലാം കൂടെ വരുമ്പോ മൊത്തത്തിൽ നമുക്കൊരു സ്റ്റേബിൾ ആയ ഒരു മാർക്കറ്റ് റംബൂട്ടാനും നമുക്ക് ലോക്കൽ മാർക്കറ്റുകളിൽ അത് ഇല്ല. എന്നാൽ പോലും ഇന്നിപ്പം അവിടെ ലേലം നടക്കുന്ന കണ്ടു സാറിന്റെ മാർക്കറ്റില് 100 രൂപ 110 രൂപയ്ക്കൊക്കെ ഇത് കച്ചവടക്കാർ വിളിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ. ഉണ്ട് അല്ലെ? അതെ. 140 130 ഒക്കെ അതിന്റെ ഒരു ഗുണം. ഈ N18 ആണ് നല്ല കളറുള്ളതാണെങ്കിൽ 140 130 ഒക്കെ അവിടെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം 100 രൂപയിൽ കുറഞ്ഞൊരു ലേലം നടക്കുന്നില്ല. അപ്പൊ ഈ കർഷകർക്ക് 100 രൂപ കിട്ടുന്നുണ്ടല്ലോ. 100 രൂപ കിട്ടുന്നുണ്ട്. ഒരു മരം ഉള്ള കർഷകനും അത് പറിച്ചുകൂടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഒരു നല്ല മരമാണെങ്കിൽ 200 കിലോ കാ കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. ഒരു 5-8 കൊല്ലം പ്രായമായ റംബൂട്ടാൻ ചെടിയിൽ ഒരു 200 കിലോ കാ കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല, നന്നായി പരിചരിക്കുന്നത്. പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഇതിന്റെ മുകളിൽ എന്താ ഫംഗസൈഡൊക്കെ അടിച്ചു കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ചെയ്താൽ നല്ലതാണ്, സാഫ് അടിച്ചാൽ നല്ലതാണെന്നാണ് പറയുന്നത്. ആ മുറിവിനൊക്കെ ഒരു ചെറിയ അപ്പൊ അത് ചെയ്യണം എന്നോർത്തായിരിക്കണേ. ഈ അടഞ്ഞ മഴ ഇല്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ലായിരിക്കും അല്ലെ? എന്നാലും നമ്മളത് ഒരു പ്രിക്കോഷൻ ഉള്ളതിലേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. സാറിന് റംബൂട്ടാൻ കൃഷി അല്ലാണ്ട് വേറെ എന്തൊക്കെയാ ഉള്ളേ? എനിക്ക് കുറച്ച് ഡ്രാഗൺ ഉണ്ട്,
ഒരു 100 കാലി ഡ്രാഗൺ ഇട്ടിട്ടുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട്. അതേപോലെ തന്നെ ഒരു കുറച്ച് മംഗോസ്റ്റിനുണ്ട്. മംഗോസ്റ്റിനും കാച്ചു തുടങ്ങിയുള്ളൂ, 2 വർഷം ആയിട്ടുള്ളൂ. അതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ രണ്ടാം 10-15 അബിയു വെച്ചിട്ടുണ്ട്. അബിയു മാർക്കറ്റ് എങ്ങനെയാണ്? അബിയു മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റിൽ ഒരു 100-130 രൂപ വിലക്ക് പോകുന്നുണ്ട്. പക്ഷെ അത് സൂക്ഷിപ്പ് കാലാവധി കുറവാണ്. സൂക്ഷിപ്പ് കാലാവധി കുറവാണ്, പക്ഷെ എന്നാലും ഭക്ഷിക്കാനൊക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു ഫ്രൂട്ടാണ്. എത്ര വർഷം മുമ്പ് ചെയ്ത പ്ലാന്റ് ഏത്? ഇതിനകത്ത് 3 വർഷം. 3 വർഷമായുള്ളൂ അല്ലേ? അത് ഇതിനകത്തും ബാക്കി നിന്ന സ്ഥലത്ത് ജാതി ആയിരുന്നു. ആ ജാതി വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പൊ പുതുതായിട്ട് ഇട്ട് പിടിപ്പിച്ചേക്കണാണ് ഈ കാലികൾ. ഈ പുതിയത് ഇതിപ്പോ 1 വർഷം ആകുന്നുള്ളൂ. അതെ, 1 വർഷം ആവുന്നുള്ളൂ. ഇതൊരു ചെടിയിൽ നിന്നും അല്ല, ഈ ഒരു ചെടിയിൽ നിന്ന് എത്ര കിലോ വരെ കിട്ടും? അത് ഞാൻ അങ്ങനെ ഒരു കൃത്യമായ കണക്ക് നോക്കിയിട്ടില്ല. എങ്കിലും മറ്റു കേടുകളൊന്നും വന്നില്ലെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉള്ള ഒരു കൃഷിയാണ് ഇത്. ലാഭകരമായ ഒരു കൃഷിയായത്. നല്ല വെയിൽ വേണം, നല്ല വെയിൽ വേണം. വെള്ളം കെട്ടി നിൽക്കരുത്. നനയില്ലെങ്കിലും കുഴപ്പമില്ല, നനച്ചില്ലേലും കുഴപ്പമില്ല. ഇത് എവിടെ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. ഇതിന് അങ്ങനെ വലിയൊരു പരിചരണം വേണ്ട. ഞാൻ ആകെ ഇടുന്ന ഒരു കോഴിവളം അങ്ങനെ മാത്രമൊക്കെ ഉള്ളൂ. കോഴിവളം കൊടുക്കുന്നത് മഴക്കാലത്ത്? അതെ. രാസവളമൊന്നും കൊടുക്കാറില്ല? രാസവളം അങ്ങനെ ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു കലക്കി ഒഴിക്കുന്ന കൂടെ നമ്മൾ എന്തെങ്കിലും ചേർക്കുന്ന അത്രേ ഉള്ളൂ. ഇത് എത്ര അടി അകലത്തിലാണ് നട്ടിരിക്കുന്നത്? ഒരു 10 അടി അകലം വേണം. 10 അടി വേണം. പരസ്പരം കോർക്കരുത്. കടന്ന് നടക്കണമല്ലോ, മുഴുവൻ മുള്ളല്ലേ. ഇവിടെയാണ് ജാതി വെട്ടിക്കളഞ്ഞിട്ട് നട്ടത് അല്ലേ? ജാതി വെട്ടിക്കളഞ്ഞ സ്ഥലമാണ് അതൊക്കെ. ഇതിനിടയ്ക്കോടെ ജാതി ഉണ്ടായിരുന്നു. ഇതെന്നാ സാറേ ഇത്? അത് ചെറുകിഴങ്ങ് കൃഷിയാണ്. അത് ഈ ഒരു വർഷം നമ്മുടെ റംബൂട്ടാൻ ഇടയ്ക്ക് ചെറുതായി ഇതിപ്പോ 1 വർഷം കഴിഞ്ഞ റംബൂട്ടാനാണ്. 2 വർഷം ആവാൻ പോകുന്നുള്ളൂ. ഈ നവംബറിലാണ് 2 വർഷം ആവുള്ളൂ. ഇത് പ്രൂൺ ചെയ്തില്ല. പ്രൂൺ ചെയ്യേണ്ട സമയമല്ലേ? അതെ, പ്രൂൺ ചെയ്യണം. ഇച്ചിരി കഴിഞ്ഞ് മതി എന്ന് ഓർത്തായിരിക്കുന്നത്. ഇതിന്റെ അടിയിലെ കമ്പുകൾ കുറച്ച് വെട്ടിക്കളയണം. സാറേ, ഈ റോഡിന്റെ സൈഡിൽ കനാലാണല്ലോ? അതെ, കനാലാണ്. ഇത് എവിടുന്ന? ഇത് മൂവാറ്റുവാലി ഇറിഗേഷൻ, നമ്മുടെ മലങ്കര ഡാമിൽ നിന്നുള്ള വെള്ളം. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിന് ഇവിടെ പ്രശ്നം. നമുക്ക് വെള്ളത്തിനൊരു 15 ദിവസത്തിൽ ഒരു പ്രാവശ്യത്തിലെ വെള്ളം വന്നു പോയാൽ നമ്മുടെ കുളത്തിൽ ഇഷ്ടംപോലെ വെള്ളമായി. വേനൽക്കാലത്ത് 15 ദിവസത്തേക്ക് വരുമോ? 15 ദിവസമല്ല, ആഴ്ചയിലൊന്ന്, ചിലപ്പോൾ 10 ദിവസം കൂടുമ്പോ വരും. 2-3-4 ദിവസത്തേക്ക് വെള്ളം വരും. അപ്പൊ ഈ നമുക്ക് റംബൂട്ടാൻ കൃഷിക്കൊക്കെ നനയ്ക്കാനുള്ള വെള്ളത്തിന് യാതൊരു പ്രയാസവും ഇല്ല. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു ലേല ഓപ്പൺ മാർക്കറ്റ് ആയിരിക്കും ഇത് അല്ലേ? കാർഷിക ലേല വിപണിയില് കേരളത്തിൽ ഇന്ന് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു വിപണിയാണ് കൂത്താട്ടുകുളം. എത്ര വർഷം മുമ്പാണ് ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്? ഇതിപ്പോ 20 വർഷം പൂർത്തിയായി. 20 വർഷം. 2005 രൂപമെടുത്താണ്. 2005. അപ്പൊ 20 വർഷം 21ാമത് വർഷത്തിലേക്കാണ്. ഇപ്പൊ ഏതൊക്കെ ദിവസം ഇവിടെ ലേലം നടക്കും? നമ്മൾ ഈ ചരക്കുകളുടെ ബാഹുല്യവും കൃഷിക്കാരുടെ കുറെ സൗകര്യങ്ങളും പ്രമാണിച്ച് നമ്മൾ ആഴ്ചയിൽ 2 ദിവസമാക്കി. ആഴ്ചയിൽ 1 ദിവസമായിരുന്നു ചൊവ്വാഴ്ച മാത്രമായിരുന്നത്. ചൊവ്വായും ശനിയും അങ്ങനെ ആഴ്ചയിൽ 2 ദിവസം ലേല വിപണി സജീവമായി പ്രവർത്തിക്കുന്നു. ഇവിടെ ഫ്രൂട്ട്സ് അല്ലാണ്ട് വേറെ എന്തൊക്കെ സാധനങ്ങളാണ്? കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനവും, കോഴിമുട്ട, കാടമുട്ട മുതല് തേൻ മുതല് പച്ചക്കറി എല്ലാ ഐറ്റവും, വാഴക്കൊലകള് എല്ലാം എന്ന് പറയേണ്ട നമുക്ക് ഈ കാർഷിക മേഖലയിൽ എന്തും ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ലേലത്തിലൂടെ ഒരു മാന്യമായ വില. അപ്പൊ ഏത് ഏരിയയിലുള്ള ആൾക്കാർക്ക് ഇത് കൊണ്ടുവന്ന് നോക്കാൻ പറ്റുന്നത്? നമുക്കിടെ ഈ സമീപ പ്രദേശത്ത്, ഇത് എറണാകുളം ജില്ലയുടെ ഏറ്റവും കിഴക്കൻ മേഖലയാണ്. ഇത് കോട്ടയം ജില്ലയോടും അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയോടും ചേർന്ന് കിടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് കൂത്താട്ടുകുളം. ഈ 3 ജില്ലകളിൽ നിന്നുള്ള ആളുകൾ, 3 ജില്ലകളുടെ ഒരു സംഗമ സ്ഥാനം എന്നുള്ള നിലയിൽ ഈ 3 ജില്ലകളിലെയും കൃഷിക്കാര് ഇവിടെ സാധനങ്ങൾ എത്തിക്കുന്നുണ്ട്. അവർക്ക് മാന്യമായ വിലയും കിട്ടുന്നു. മാന്യമായ വില ഇതനുസരിച്ച് വില താഴെ പോകുമ്പോൾ നമുക്കത് നമ്മളെ കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റുന്നതല്ല. അല്ലാത്തതുകൊണ്ട് എങ്കിലും പ്രശ്നങ്ങളില്ലാതെ, ഇടത്തട്ടുകാരില്ലാതെ ഒരു സത്യസന്ധമായ ലേലത്തിലൂടെ നമ്മള് ഈ ലേലം കഴിഞ്ഞാൽ ഉടനെ തന്നെ പൈസ കൊടുക്കുക. നമ്മൾ ലേലം കഴിഞ്ഞാൽ അപ്പൊ തന്നെ പൈസ കൊടുക്കും. അന്ന് തന്നെ പൈസ കൊടുക്കും. അപ്പൊ ഇതിന് മെമ്പർഷിപ്പ് എല്ലാം എടുക്കണോ? ഇവിടെ സാധനങ്ങൾ എത്തിക്കാൻ മെമ്പർഷിപ്പ് അല്ല. ഇത് മെമ്പർഷിപ്പിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ഇത് കൂത്താട്ടുകുളം മുനിസിപ്പൽ പ്രദേശത്തുള്ളവർക്ക് മാത്രമാണ്, കർഷകർക്ക് മാത്രമാണ് ഇതിനകത്ത് മെമ്പർഷിപ്പ് ബൈലോ പ്രകാരം കൊടുക്കും. മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ആർക്കും കൃഷിക്കാരനായാൽ മതി സാധനം കൊണ്ടുവരാം. അതുപോലെ വാങ്ങിക്കുകയും ചെയ്യാം. വാങ്ങിക്കുന്ന സാധാരണ കൂടുതലും കച്ചവടക്കാരല്ലേ? ഭൂരിപക്ഷം കച്ചവടക്കാരും അല്ലാതെ തന്നെ ഉപയോഗത്തിനായുള്ള ആളുകളും വാങ്ങിക്കുന്നുണ്ട്.
909 ഇത് ആറ് എനിക്ക് 40 രൂപ 5 രൂപ 45 രൂപ 50 രൂപ 2 രൂപ 52 രൂപ 55 രൂപ 7 രൂപ 9 രൂപ 59 രൂപ ഇവിടെ 59 മഹിമ 110 910 4 കരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.